നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാനേ കുറച്ച് ടസറിന്റെ സാരി കാണിക്കാം. ഓഫർ സെയിലാണ്. ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഞാൻ ഒരു കാര്യം പിന്നെയും പറയാം, സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാരി കാണിച്ചാൽ ഇതിന് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഓഫർ റേറ്റിൽ ഇത് കൊടുക്കുന്നത്. അത് റീസ്റ്റോക്ക് വരികയില്ല. റീസ്റ്റോക്ക് വരുമെങ്കിൽ ഇത് റിഡക്ഷൻ ആയിട്ട് ഇടേണ്ട കാര്യമില്ല. അപ്പൊ അതൊന്ന് ഓർത്തോണം. നിങ്ങൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ചോദിച്ചു, ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് കളർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യൂല. അത് കിട്ടിയില്ലേ അടുത്തത് എടുക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ പോട്ടെ. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയരുത് കേട്ടോ. ഇത് ഒറ്റ പീസേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കത് നഷ്ടമാണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ സാരി. സെമി ടെസറാണ്, കണ്ടോ. നല്ല പ്യുവർ ടെസറിന്റെ നല്ല റിപ്ലിക്കയാണ് സാരി. ഇത് മുന്താണിയാണ് ഈ ഭാഗം വരുന്നത്. ആദ്യത്തെ ഒരു സാരി ഞാൻ നല്ലതായിട്ട് മാക്സിമം കാണിക്കാം. ബാക്കിയുള്ള സാരീസിന്റെ കളർ ചേഞ്ചസേ ഉള്ളൂ, അപ്പൊ അതും കാണിക്കാം. ഇത് വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. റാണി പിങ്ക് ഒരു വാടാമുല്ല മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സാരി, ഈ ടൈപ്പ് ടസർ സാരീസ് എല്ലാം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു. ഏതാ നല്ല കഴിഞ്ഞ ദിവസം കണ്ട സിനിമ, അതിരടി. അതിനകത്ത് അവര് ഉടുത്തിരിക്കുന്ന സാരി സെമി ടെസറിന്റെ സാരി. അതിനകത്തൊരു കഥാപാത്രം നിങ്ങൾ കണ്ടുപിടിക്കുക, സിനിമ കാണുന്നവരാണെങ്കിൽ കണ്ടുപിടിക്കും. അപ്പം ഞാൻ അന്നേരം ഓർത്ത്, നമ്മുടെ സാരി ആണല്ലോ. എവിടെ ചെന്നാലും അത്തല്ല ഡ്രസ്സിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഇതാ ബോഡി ഇങ്ങനെ, ബോഡി എന്നൊരു സെൽഫ് പ്രിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ബോർഡർ എന്ന് പറഞ്ഞാൽ ആ സെൽഫ് പ്രിന്റിന് ഇവിടെ ഇങ്ങനെ ഒരു ഡീവിയേഷൻ പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുക. നല്ല ടെസറിന്റെ പ്യുവർ ഫീല് തോന്നിക്കുന്ന ആ ഒരു ഇതാണ്. ഇനി അതിന്റെ ബ്ലൗസും കൂടെ നമുക്ക് നോക്കാം. ബ്ലൗസ് പ്ലെയിൻ. നിങ്ങൾക്ക് ഈ സ്റ്റഫ് കണ്ടിട്ട് അതേ ഫീല് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരിട്ട് കണ്ടാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പ്യുവർ ടെസറും സെമി ടെസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ തൊട്ട് പിടിച്ചൊക്കെ നോക്കിയാൽ ഫീൽ ചെയ്യും. റേറ്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആനയും കടുകും അല്ലെങ്കിൽ ആനയും കൊതുകും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി റേറ്റും കൂടെ പറഞ്ഞേക്കാം. റേറ്റ് ഞാനിപ്പോ കണ്ടാണല്ലോ. റേറ്റ് എന്ന് പറയുന്നത് 1399. ഇപ്പോഴത്തെ വില 899. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ടസർ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ടസർ 4000-ന്റെ 5000-ന്റെ ഒക്കെ ടസർ, അത് പ്യുവർ ടെസർ. അല്ലാതെ സെമി ടെസർ ആണെങ്കിൽ പോലും 2000-ന്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് പലതാട്ടോ. ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം. അടുത്തത് ഇത് കണ്ടോ, തീപ്പട്ടി കളർ അല്ലെങ്കിൽ വയലറ്റ് കളർ. ഇതിന്റെ മുന്താണിക്ക് ഇങ്ങനെയാണ്. അയത്തേലും അങ്ങനെ തന്നെയാണ് മുന്താണി. അതിന്റെ സെൽഫ് കളറാണ്. ഇത് വൈറ്റ് ആണ് മാത്രം. മുന്താണി വരുന്ന പാർട്ട് ഇങ്ങനെ. നല്ല സുഖമാണ് സാരി കാണാനായിട്ടും കൊടുക്കാനായിട്ടും കാണിക്കാനായിട്ടും എല്ലാത്തിനും നല്ലതാണ്. സാരി ഫോളും കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ഒരു പേള് മാലയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ്. അടുത്തത് ഇത് മെറൂൺ കളറ്. ഞാൻ പിന്നെയും പറയാണ്, ഒറ്റ പീസേ ഉള്ളൂ, സിംഗിൾ പീസസേ ഉള്ളൂ. പിന്നെ ആകെ പ്രശ്നം ആകരുത്. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ, അതുകൊണ്ടാണ് ബ്ലൗസ് കാണിക്കാത്തത്. ഇതാണ് ബ്ലൗസ് കേട്ടോ. നല്ല മെറൂൺ കളറ്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. മുന്താണി വരുമ്പോഴേണ്ട് ഇങ്ങനെ വരും. ഈ മുന്താണിയെ കൂടെ ചെറിയൊരു സീക്വൻസിന്റെ ഒരു വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ഹൈലൈറ്റ് ചെയ്തല്ല നിൽക്കുന്നത്, പക്ഷെ നല്ലതാ. നല്ല പീച്ച് കളർ വൈറ്റ് ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഹക്കോബായുടെ ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ വേറൊരു ഫീല് കിട്ടുമായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ ബ്ലൗസ് തന്നെ ഇട്ടാൽ മതി. ടസറിന്റെ തന്നെ സെയിം സ്റ്റഫിലുള്ള ബ്ലൗസ് ആണ്. ഇച്ചിരി കൂടെ ഡാർക്ക് മെറൂൺ. മുമ്പേ കണ്ടത് തെളിഞ്ഞ മെറൂൺ ആണ്. ഇതുണ്ടോ, ഇതാ വ്യത്യാസം. ഒരു ഒനിയൻ ഫീല് തോന്നുന്ന മെറൂൺ എന്ന് പറയത്തില്ല സത്യം പറഞ്ഞാൽ, അല്ലേ? ഇതാ മെറൂണത്. പക്ഷെ ഇതിന് ഒരു ഒനിയൻ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ മുമ്പ് കാണിച്ചത്. നിങ്ങൾ എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇത് കൂട്ടിയേ എടുക്കാവുള്ളേ, നമ്പർ കൂട്ടിയേ എടുക്കാവുള്ളൂ. ഇതാണ് കറക്റ്റ് മെറൂൺ, ഡാർക്ക് മെറൂൺ. മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ വരും. ബോഡി ഇങ്ങനെ ഇരിക്കും. മുന്തിരി കളർ, ഗ്രേപ്പ് കളർ. സെൽഫ് ഡിസൈൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സെൽഫ് ഡിസൈൻ ഉണ്ട്, ബോർഡറും ഉണ്ട്. ഈ ഒരു ബോർഡറും ഉണ്ട്. ബ്ലൗസ് പ്ലെയിന്. മുന്താണി കാണിച്ചു തരാം. ഇതിന്റെ തിരിച്ചാ മടക്കി വെച്ചിരിക്കുന്നത്.
ഇതുണ്ടോ മുന്താണി, ഇത് ഇങ്ങനെ ടെസർ സാരിക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല. ടെസർ സാരി കാണിക്കുന്ന ദിവസം പ്രത്യേകതയാണ് ഭയങ്കരമായിട്ട്. വീഡിയോ കാണിക്കുന്ന ദിവസം അന്ന് ഭയങ്കര ബഹളാണ്. കട്ട് ചെയ്തേക്കുവാണോ? ലൈറ്റ് വാടാമുല്ല കളർ, ലാവണ്ടറിന്റെ അല്ലെ ലൈലാക്കിന്റെ ഒരു ഷെയ്ഡ്. ലൈറ്റ് വാടാമുല്ല കളർ എന്ന് പറയുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഈ എന്നെ കദളിപ്പൂവിന്റെ കളറാണോ അങ്ങനത്തെയൊക്കെ ഒരു കളറ്, നല്ല എപ്പോഴും കാണുന്ന കളർ തന്നെയാണെങ്കിലും പേസ്റ്റൽ കളർ ആയതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു എടുപ്പും വൃത്തിയും ചന്തവും ഓമനത്വവും ഒക്കെ ഉണ്ട്. പേസ്റ്റൽ കളറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കളർ ടോണിലുള്ളവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പൊക്കവോ വണ്ണവോ ഒന്നും പ്രശ്നമല്ല, അത് ആർക്ക് വേണമെങ്കിലും ചേർക്കാം. വയലറ്റ് കളറ് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. എന്താ ബോഡി ആദ്യം കാണിച്ചത് തന്നെ കേട്ടോ, ബോർഡർ എല്ലാം സെയിമാ, കളറിൽ മാത്രം വ്യത്യാസം. ഇനി പീച്ചിന്റെ മറ്റൊരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഒനിയനും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കണ്ടോ, ഇത് വരും മുന്താണി. ബോഡിക്ക് ഇങ്ങനെ. ഇത് വൈൻ കളർ, പർപ്പിൾ കളർ ഉണ്ട്. മുന്താണി ഇങ്ങനെ വരും, ടാസിലൊക്കെ ഉണ്ട്. ബോർഡർ ഇങ്ങനെ. പിന്നില്ലേ ഈ സാരി ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് ഒരിതുണ്ടേ, ഫോട്ടോ എടുത്ത് തരാമോ, ഫോട്ടോ ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത്രേ. അപ്പം ഈ വീഡിയോ കയറുന്ന വൈകുന്നേരം 7 മണിക്ക്, 7:30 ഷോ, 8 മണിയാകുമ്പോൾ ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. അപ്പൊ അവര് പറയും, അവര് പിന്നെ അത് പിറ്റേ ദിവസം ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും സാരി സോൾഡ് ഔട്ട് ആയി കഴിയും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ എന്നൊക്കെ പറയും. ഈ ഫോട്ടോ കാണിക്കുന്നതിൽ ഒരു കാര്യമില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ കറക്റ്റ് കളർ നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്നാന്നറിയോ, അത് വേറെ ലൈറ്റ് എവിടെയെങ്കിലും ഷോപ്പില് ഭയങ്കരമായിട്ടുള്ള വെട്ടത്തിന്റെ അടുത്തുകൊണ്ട് വെച്ച് ഇന്ന് ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ഒരു കളറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടി അത്യാവശ്യം കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഫോട്ടോ ചോദിക്കരുതെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ പറയുന്നത്. അത് എന്തുകൊണ്ടോ ഡിസൈൻ കളർ അടുത്തറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം വേറൊന്നുമില്ല, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്